പെബിൾസ് മലയാളം. അഹിംസ. ഒരു ഗ്രാമത്തിൽ ദീന എന്നൊരാൾ താമസിച്ചിരുന്നു. അയാൾ ആ ഗ്രാമത്തിലെ ഏറ്റവും ബലശാലിയാണ് താനെന്ന് അഹങ്കരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു അപരിചിതൻ ആ ഗ്രാമത്തിലേക്ക് വന്നു. ഹേയ്, നിങ്ങൾ ഈ ഗ്രാമത്തിൽ പുതിയതായി വന്നതല്ലേ? എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് വീരൻ എന്നാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ ഒരാഴ്ച താമസിക്കാൻ വേണ്ടി വന്നതാ. വീരൻ വളരെ ശാന്തനും ദയാലുവുമായ പ്രകൃതക്കാരനായിരുന്നു. ശരി. അടുത്ത ദിവസം വീരൻ ദീനയുടെ വീടിനരികിലൂടെ കടന്നുപോയി. ഹേയ് വീര, ഇവിടെ വരൂ. എന്താ, എന്തിനാ എന്നെ വിളിച്ചത്? എന്നോടിങ്ങനെ ചോദിക്കാൻ നിനക്ക് എവിടുന്ന് ധൈര്യമുണ്ടായി? ദീന വീരനെ അടിച്ചു. വീരൻ ഒരു വാക്കുപോലും പറയാതെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസവും ദീന വീരനെ വീണ്ടും അടിച്ചു. ഇങ്ങനെ പെരുമാറരുത്, മാന്യമായി പെരുമാറണം. ആദ്യം അത് ശീലിക്കേ. അത്ഭുതം തന്നെ. ഞാൻ കരുതി ഇവൻ എന്നോട് വഴക്കിന് വരുമെന്ന്. പക്ഷേ ഇവൻ വളരെ വ്യത്യാസമായി പെരുമാറുന്നു. അടുത്ത ദിവസം ഗ്രാമീണർ ഒരു മല്ലയുദ്ധം കാണാനായി ഒരുമിച്ചു കൂടിയിരുന്നു. ഞാനും ഈ മത്സരം കാണട്ടെ. മത്സരം കാണാൻ ചെന്ന ദീന വല്ലാതെ ആശ്ചര്യപ്പെട്ടു. വീരൻ, എന്റെ ദൈവമേ, ഇവൻ ഗുസ്തിക്കാരനാണല്ലോ. അവൻ വിജയിക്കുകയും ചെയ്തു. ദീന വീരന്റെ അടുത്തേക്ക് ചെന്നു. വീര, നീ ഒരു ഗുസ്തിക്കാരനാണോ? പക്ഷെ നീ അതെന്നോട് പറഞ്ഞില്ല. ഞാൻ മോശമായി പെരുമാറിയപ്പോൾ പോലും. നോക്കൂ ദീന, നമ്മൾ എല്ലാരോടും സ്നേഹത്തോടെ പെരുമാറണം. എനിക്ക് തിരിച്ചടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, എനിക്കത് ഇഷ്ടമല്ല. ഗുസ്തി ഒരു വിനോദമാ. പക്ഷെ എനിക്കിഷ്ടം അഹിംസയാണ്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. എന്നിട്ട് എന്നെ നിന്റെ സുഹൃത്തായി സ്വീകരിക്കണം. കണ്ടോ, അഹിംസയിലൂടെ ഞാൻ നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. ഇനി മുതൽ നമ്മൾ സുഹൃത്തുക്കളാ, നല്ല സുഹൃത്തുക്കൾ. ബോസ്റ്റ്. അഹങ്കരിക്കുക. റെസ്ലിംഗ്. പരസ്പരം കൈകരുത്തു കാണിക്കുന്ന ഗുസ്തി. ടേക്കൻ എബാക്ക്. അത്ഭുതപ്പെടുക. സമാധാനത്തിന്റെ സമ്മാനം. ഒരു പട്ടണത്തിൽ ഒരു ഡോക്ടർ രോഗികളെ വീടുകളിൽ ചെന്ന് ശുശ്രൂഷിച്ചിരുന്നു. ഒരു വൈകുന്നേരം പതിവ് പോലെ ഒരു രോഗിയെ ചികിത്സിച്ച ശേഷം ഡോക്ടർ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഈ ഡോക്ടറെ കൊടുക്കും. ഇയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം കാണും. കള്ളൻ പെട്ടെന്ന് വീടിന്റെ പുറകിൽ നിന്ന് ഡോക്ടറുടെ മുന്നിലെത്തി. ഡോക്ടർ, നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവനും എടുക്ക്. നോക്കൂ, ഈ പണം മരുന്ന് വാങ്ങാനുള്ളതാണ്. നിങ്ങൾ ഈ വഴിയിൽ നിന്ന് മര്യാദയ്ക്ക് മാറി നിൽക്കൂ. വെറുതെ വാചകം അടിക്കണ്ട. കയ്യിലുള്ള പണം മുഴുവനും വേഗം എടുക്ക്. കള്ളൻ ഡോക്ടറെ ആക്രമിച്ച് പണം മോഷ്ടിച്ചെടുത്തു. ഇനി തനിക്ക് പോകാം. ഇന്ന് രാത്രിയിലെ ഭക്ഷണം കുശാലായി കഴിക്കണം. ഡോക്ടർ ഒരക്ഷരം പോലും പറയാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കള്ളൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അയ്യോ, എന്തോ എന്നെ കടിച്ചു. എന്തായിരിക്കും അത്? കള്ളൻ താഴെ നോക്കിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ദൈവമേ, ആരെങ്കിലും എന്നെ സഹായിക്കേ. ഒരു പാമ്പെന്നെ കടിച്ചു. പാമ്പെന്നെ കടിച്ചു, സഹായിക്കൂ. സഹായത്തിനു വേണ്ടി കരഞ്ഞ കള്ളന് ആരോ തന്നെ ശുശ്രൂഷിക്കുന്നതായി തോന്നി. അത് ഡോക്ടറായിരുന്നു. ഡോക്ടർ, നിങ്ങൾ സംസാരിക്കാതിരിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ എന്റെ ക്ലിനിക്കിലേക്ക് വരൂ. ഡോക്ടർ, എന്നോട് ക്ഷമിക്കൂ. മാപ്പ് തന്നാലും. കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളെ മുറിവേൽപ്പിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്നെ ചികിത്സിച്ചു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ലേ ഡോക്ടർ? എനിക്ക് വഴക്കിടുന്നത് ഇഷ്ടമല്ല. ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി ഡോക്ടർ. എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. അതിന് താങ്കൾ എന്നെ സഹായിക്കണം. ശരി, എന്നാൽ നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണോ? അതെ ഡോക്ടർ, എന്ത് ജോലിയും ഞാൻ ചെയ്യാം. എന്തും ചെയ്യാം ഡോക്ടർ. എന്നാൽ നിങ്ങൾക്ക് എന്റെ ക്ലിനിക്ക് നോക്കി നടത്താൻ സാധിക്കുമോ? ചെയ്യാം ഡോക്ടർ. നാളെ തന്നെ ഞാൻ ജോലിയിൽ ചേർന്നേക്കാം.
സമാധാനത്തോടെയുള്ള പെരുമാറ്റം ഒരു കള്ളനെ നല്ല മനുഷ്യനാക്കി മാറ്റി. റോബ്. ബലം പ്രയോഗിച്ച് എന്തെങ്കിലും പിടിച്ചു വാങ്ങുക. ക്ലിനിക്. ഒരു ഡോക്ടർ നടത്തുന്ന വൈദ്യശുശ്രൂഷ സ്ഥാപനം. പുരിയിലെ ഭരണാധികാരിയായ ഭരദ്വാജ രാജാവിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു, വിജയനും പ്രതാപനും. ഞാൻ വൃദ്ധനാവുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണം എന്റെ മക്കളെ ആരെയെങ്കിലും ഏൽപ്പിക്കണം. ഒരു മത്സരം വെക്കണം. ആരാണ് രാജാവാകാൻ അർഹനായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ. രാജാവ് തന്റെ 2 പുത്രന്മാരെയും പരീക്ഷിക്കാനായി കുറച്ച് സമയമെടുത്തു. ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. രാജാവ് തന്റെ 2 പുത്രന്മാരെയും വിളിപ്പിച്ചു. പിതാശ്രീ, ഞങ്ങൾ എന്തിനാണ് വിളിപ്പിച്ചത് പറഞ്ഞാലും. പറയൂ പിതാശ്രീ. മക്കളെ, എനിക്ക് രാജഭരണത്തിൽ നിന്നും വിരമിക്കാൻ സമയമായി. അതുകൊണ്ട് ഭരണാധികാരം നിങ്ങളിൽ 2 പേരിൽ ആരെയെങ്കിലും ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് 2 നിധി പേടകങ്ങൾ തരാൻ പോവുകയാണ്. നിങ്ങളത് ഒളിപ്പിക്കണം. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ. ഞാൻ നിങ്ങൾക്ക് 3 ദിവസം സമയം തരാം. അങ്ങയുടെ ആജ്ഞ പോലെ ആവട്ടെ പിതാശ്രീ. ഈ പെട്ടി ഞാൻ എവിടെയാണ് വെക്കേണ്ടത്? ഇതിനു പറ്റിയ സ്ഥലം ഏതാണ്? വിജയനും പ്രതാപനും രാജകൊട്ടാരത്തിൽ നിന്ന് നിധിപ്പെട്ടികളുമായി പുറപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞു. സ്വാഗതം പുത്രന്മാരെ. നിങ്ങളുടെ ദൗത്യം വിജയിച്ചെന്ന് ഞാൻ കരുതട്ടെ. അതെ പിതാശ്രീ, ഞാൻ ആ നിധിപ്പെട്ടി ഒരു മലയുടെ മുകളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അയൽ രാജ്യത്തുള്ള മലയാണ്. എന്ത്? അത് ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ്. നീ എങ്ങനെ അതിന്റെ ശിഖരത്തിലെത്തി? അവിടെ എത്താൻ വളരെ കഷ്ടപ്പെട്ടു. പക്ഷെ നിധി ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ സ്ഥലം അതാണ് പിതാശ്രീ. ശരി പ്രതാപ്, ഇനി നീ പറയൂ. നീ എവിടെയാണ് നിന്റെ നിധി മറച്ചു വെച്ചത്? അതെന്റെ അറിയിലുണ്ട് പിതാശ്രീ. എന്ത്? നിന്റെ മുറിയിലുണ്ടെന്നോ? എന്താണ് പറയുന്നത്? അതെ പിതാശ്രീ, ഞാൻ ഏത് സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ചാലും ഒരു വ്യക്തി ഞാൻ ആലോചിക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. എന്ത്? നമുക്ക് മനസ്സിലായില്ല. ദൈവം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. ദൈവമില്ലാത്ത ഒരു സ്ഥലവും ആർക്കും അറിയില്ലെന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് നിധി ഒളിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പുത്ര, നീയാണ് രാജാവാകാൻ യോഗ്യതയുള്ളവൻ. ഈ സിംഹാസനത്തിന് യോഗ്യനായ ഒരുവന് ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. നാം പ്രഖ്യാപിക്കുന്നു, നീയായിരിക്കും എന്റെ അനന്തരാവകാശി. എൻട്രസ്റ്റ്. വിശ്വാസം അർപ്പിക്കുക. ചെസ്റ്റ്. മൂടിയുള്ള ഒരു പെട്ടി. സക്സസർ. നിയമപ്രകാരമുള്ള അനന്തരാവകാശി. പെബിൾസ് മലയാളം.